മാടേ, ഈ ജന്മം ജന്മം എന്ന് പറയണത് കണ്ടോരുടെ പറമ്പിലും കുളത്തിലും തീർക്കാനുള്ളതല്ല. നമ്മുടെ ഹിന്ദു സംസ്കാര പ്രകാരം വാസാംശി ജീർണായ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ഗോപാലക്കമ്മള് മാടയുടെ ദേശക്കാരനാ. പഞ്ചാംഗം: തിഥി, വാരം, കരണം, നക്ഷത്രം, യോഗം, ആയം, വ്യയം, ആരോഗ്യം, അനാരോഗ്യം, ശുഭം, അശുഭം, ചരം, സ്ഥിതി, ആദി, മദ്യം, അന്ത്യം, കന്തായം. പഞ്ചാംഗം. കമ്മള പറയേ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ. നീ എന്ത് പറഞ്ഞു? ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ലാന്ന് പറഞ്ഞു. നിനക്ക് ഈ കാടിയൊക്കെ ഒന്ന് വടിച്ചൂടെ? ആ കരുവാൻ എരേച്ചനോട് താടി വടിക്കാൻ ഒരു കത്തി ഉണ്ടാക്കി തരാൻ ഞാൻ പറഞ്ഞു എന്ന് പറ. മോറ് വൃത്തിയായിട്ട് പഠിച്ചു നടന്നാ അതൊരു അന്തസ് തന്നെയാ. നീ ഇതിനു മുമ്പ് സ്വന്തമായിട്ട് മോറ് പഠിച്ചിട്ടുണ്ടാ? ഞാൻ പറഞ്ഞുതരാം, സൂക്ഷിച്ച് ചെയ്യണം, അല്ലേ മോപ്പടി മുറിയും. ആദ്യമായിട്ട് നല്ലോണം മുഖം കാണാൻ പാകത്തിന് തോട്ടിന്റെ കരയിലിരിക്കുക. പിന്നെ കത്തിയെടുത്ത് ചെന്നിക്ക് നേരെ പിടിക്കുക. എന്നിട്ട് അങ്ങോട്ട് വടിക്കുക. പിന്നെ അല്ലാണ്ട് ഇവിടെ നമ്മുണ്ണിയാശാരി പണിത 16 ചക്രത്തിനെ
തമ്പുരാൻ കുത്തുവീഴ്ച കഴിക്കുക. കേമൻ സദ്യ. അതാ നീ ഇങ്ങനെ ചാടി കളിക്കണല്ലേ? ആവശ്യമുള്ള ചോദിച്ചു വാങ്ങിച്ചോളൂ. കഴിക്കട്ടെ. കഴിക്ക. നടക്കട്ടെ. തുടങ്ങിക്കോ. എടി കോതമ്മ പോലീസുകാർ പിടിച്ചോണ്ടായിട്ട് നിന്നെ എന്താ ചെയ്തേ? എല്ലാവരും ചെയ്ത് തന്നെയാ പോലീസുകാരും ചെയ്തത്. അപ്പൊ എന്റെ മുടി എന്തിനാ മുറിച്ചേ? അതെന്നോട് അവർക്കുള്ള സ്നേഹം കൊണ്ടാ. അടിമരിങ്ങേ അയ്യയ്യ, എടമരിങ്ങേ അയ്യയ്യ, അടിമരിങ്ങേ എടമരിങ്ങേ അയ്യയ്യ അയ്യയ്യ. ചക്കരപ്രാവിൻ തലിവെട്ടി ചക്രം പണിതേ അയ്യയ്യ, ആ കുത്തിക്കുത്താന വരമ്പത്ത് ചക്രം തിരിക്കണതാരാണോ? മതം കൊണ്ടു മലവെള്ളം മടയിന്മേൽ ആഞ്ഞു കുത്തി പടകേറി വരും പോലെ വരണ കണ്ടോ? അയ്യ പടകേറി വരും പോലെ വരണ കണ്ടോ? മുളങ്കമ്പിൽ പിടിയൂന്നി ഇല തോറും കഴലൂന്നി മട വീഴും മുമ്പേ ചക്രം ചവിട്ടിത്തായോ? അയ്യ മട വീഴും മുമ്പേ ചക്രം ചവിട്ടിത്തായോ? പറമ്പ കൈനീട്ട് ഇളനീരൊന്ന് പിടിച്ചോളി, വിശാങ്കത്തി പിടിച്ചോളി, ഇളനീർ വെട്ടി പിടിച്ചോളി. വയലിലെ നീറ്റിലന്തി വെയിൽ നീന്തി കളിക്കുമ്പോൾ വെയിലിനെ കൊണ്ടുപോവാനിരുളും വന്നേ. അയ്യ വെയിലിനെ കൊണ്ടുപോവാനിരുളും വന്നേ. പകലും പോയി കിളിയും പോയി, പകലും പോയി കിളിയും പോയി, ഇരുട്ടിലും ചക്രത്തിന്മേൽ പടുതാളം മുറിയാതെ കഴലാടേണം. അയ്യ പടുതാളം മുറിയാതെ കഴലാടേണം. വേലേ കമ്പിൽ പിടിവിട്ടേ, ഇലയ്ക്കുമീതെ കൈതൈതൈ, തലയ്ക്കുമീതെ പിടിവിട്ടേ, ഇലയ്ക്കുമീതെ കൈതൈതൈ, മേലെ കമ്പിൽ പിടിവിട്ടേ ഇലയ്ക്കുമീതെ, ചെയ്തേ തലയ്ക്കുമീതെ, പിടിവിട്ടേ ഇലയ്ക്കുമീതെ. ചെയ്തേ. തമ്പുരാൻ എന്താ ശമ്പളം കഴിക്കാത്തെ?
എന്റെ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞു മാടേ. എനിക്ക് ഒരു മോളും ഉണ്ട്. ശീമല തമ്പുരാപ്പ എന്താ ഷീമലിക്ക് പോവാത്തെ? ഇല്ല മാടേ, ഇനി അങ്ങോട്ട് പോവാൻ പറ്റില്ല. എന്നെ അവിടുന്ന് നാട് കടത്തിയതാ. തമ്പുരാനെ നാട് കടത്തേ? തമ്പുരാനെ നാട് കടത്തേ? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല മാടേ. ഞാൻ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് എന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് പറഞ്ഞു വിടുവേ. Fade far away, dissolve and quiet forget. Fade far away, dissolve and quiet forget. What thou among the leaves hast never known, the weariness, the fever and the fret here, where men sit and hear each other groan, where palsy shakes a few sad, lost grey hairs, where youth grows pale and spectre thin and dies. കല്യാണമൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? ഓ ഗോപി, എങ്ങോട്ടാ സർക്കിട്ട്? കാറ്റുകൊള്ളാൻ. എന്റെ ചെറിയ പോരണോ? അമ്മാവന് പറ്റിയ മരുമകൻ. മറിച്ചു ആവാം. വെറുതെ അല്ല നിന്റെ തല കണ്ടോണ്ട് ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയത്. ലളിതേ, എന്തിനാ അവൻ ഇങ്ങനെ പ്രാകണ? തറവാട്ടിലെ കാരണവരാവണ്ടവനാ. ഓ, കാർന്നോര് ഇപ്പൊ ഉണ്ടല്ലോ ഒരു കാർന്നോര്. ആ മുളച്ചക്കൻ എല്ലാറ്റിനും കൂട്ട്. ഇപ്പൊ എവിടെ അലയാണാവോ? മെഴുകുതിരി അന്വേഷിച്ചാവും. അവനിപ്പോ ഇവിടെ എന്തിന്റെ കുറവാ വരുത്തണ? എല്ലാ കാര്യവും നോക്കണില്ലേ? പിന്നെ അവന്റെ സ്വന്തം മനസമാധാനത്തിന് 2 മെഴുകുതിരി കത്തിച്ച നണക്കെന്താ? അമ്മയ്ക്കൊന്നുമില്ല, ആകെ ഉള്ളൊരു ആങ്ങളെയാ. നേരത്തിനും കാലത്തിനും ഒരു കല്യാണം കഴിച്ച ഒരു ആൺകുട്ടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാനിപ്പോ എന്റെ മോക്ക് വേറെ വീട് അന്വേഷിക്കണോ? അമ്മാവിന്റെ മോനൊന്നും എനിക്ക് വേണ്ട. എടാ മാടേ, ഇറങ്ങി വന്ന് കുളിക്കടാ.
യോ വേണ്ട തമ്പ്ര, ഞാൻ പിന്നെ കുളിച്ചോളേ. ആ ഛേ വാടാ. ആ ആ മാടേ, എടാ മാടേ, എടാ മാടേ, മാടാ. പോയെ. തമ്പുരാനെന്നും മോന്തിയാവുമ്പോ കുളിച്ച് അമ്മടെ കൂടെ നാമം ചെല്ലുമായിരുന്നേ. ആദിത്യൻ ലോകങ്ങളെ ചേഷ്ടിപ്പിച്ചതുകളിൽ ആദിത്യൻ തന്നെ എങ്ങും ശോഭിച്ചു നിബദ്ധനായി. ലോകകർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായി നിൽക്കുന്നോനെ ഗോപി, ഏകമായി ഒന്ന് തൊഴുതിട്ട് പോടാ. സർവത്തിനും കാരണം ബ്രഹ്മം തന്നെ. സദ്ഗുണമായും പിന്നെ നിർഗുണമായും തഥാ. സദ്ഗുണമായും പിന്നെ നിർഗുണമായും തഥാ. രാത്രിയായാല് തമ്പുരാൻ മുറിയിൽ ഒറ്റയ്ക്ക് മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും. തമ്പുരാന് രണ്ട് പ്രാർത്ഥന ഒരുപോലെയായിരുന്നു. പെരുന്നാൾ വരുമ്പോ തമ്പുരാൻ മുറി നിറയെ മെഴുകുതിരി കത്തിച്ചു വെച്ച് കാണാൻ പാടില്ലാത്ത ഒരാളുടെ കൂടെ ഡാൻസ് ആടുമായിരുന്നു.
സൂക്കേട് കൂടിയെന്നാ തോന്നണേ. പോയേ പോയേ